വയനാട്ടിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഒരു പോരായ്മയാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥലം കണ്ടെത്തി ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സർവേകൾ കഴിഞ്ഞു, അതിൻ്റെ കോണ്ടൂർ സർവേ കഴിഞ്ഞു, രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയോടുകൂടി തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കപ്പെടും. രജിസ്ട്രേഷൻ നടപടികൾ വന്ന കാലതാമസം കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ചെറിയ ഒരു ഡിലേ വന്നിട്ടുള്ളത്. അതല്ലായിരുന്നെങ്കിൽ KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവോട് കൂടി തന്നെ അവരുടെ തറക്കല്ലിടുന്ന പരിപാടികൾ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ദിവസങ്ങളിലെ വ്യത്യാസങ്ങൾ മാത്രമാണ്. ഉടനെ തന്നെ അത് പാർട്ടി തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. വയനാടാണ്. അതിപ്പോൾ ഏതാണ് സ്ഥലം എന്നുള്ളത് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പറയും. കാരണം എവിടെ സ്ഥലം കണ്ടെത്തിയാലും ആ സ്ഥലമെല്ലാം മുടക്കുന്നതിന് വേണ്ടുന്ന മറ്റു പണികളുമായി കുറേയേറെ ആളുകൾ ഉള്ളതുകൊണ്ട് തൽക്കാലം പോയിരിക്കട്ടെ. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, കല്ലിടുന്നത് ഞങ്ങളെല്ലാവരും വിളിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ അത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് പാർട്ടി നേതൃത്വം വളരെ സീരിയസ് ആയി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു. ഈ തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഉണ്ടായത് താഴെ തലത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ പൂർണ്ണമായി നടന്നു വന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും അത് തന്നെ പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തത്. പിന്നെ പാർട്ടിയുടെ റായ്പൂർ സമ്മേളനത്തിലെടുത്ത തീരുമാനം നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ KPCC വളരെ എഫക്റ്റീവായി തന്നെ ഇടപെട്ടു. പിന്നെ നേതൃത്വങ്ങളും പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും അതോടൊപ്പം തന്നെ മറ്റെല്ലാ നേതാക്കന്മാരും വളരെ സജീവമായി തന്നെ ഇടപെടുകയും ഒട്ടേറെ ചെറുപ്പക്കാർക്ക് അതിൻ്റെ ഭാഗമായി അവസരം ലഭിക്കുകയും ചെയ്തു. ലഭിച്ച സീറ്റുകളിൽ 85% സീറ്റുകളിലും യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാർ വിജയിക്കുകയും ചെയ്തു. പല ഇടത് കോട്ടകളും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ചത് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ ഒരു പ്രസ്താവന നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഈ തെരഞ്ഞെടുപ്പിൽ 50% സീറ്റുകളിൽ ചെറുപ്പക്കാരും സ്ത്രീകളും അടക്കം വരുന്ന പുതുമുഖങ്ങൾ സ്ഥാനാർത്ഥികളായി കടന്നു വരുമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും യൂത്ത് കോൺഗ്രസിന് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പു നൽകാൻ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരും യുവാക്കളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിരന്തരമായി ശബ്ദിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ള എന്നാൽ അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അങ്ങനെ എല്ലാ നേതൃത്വങ്ങളെയും കൂട്ടിയിണക്കുന്ന വിജയസാധ്യത മാനദണ്ഡമാക്കി എല്ലാ നേതൃത്വങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു നല്ല സ്ഥാനാർത്ഥിത്വം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കപ്പെടുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.